ഹായ്, വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ട് ഞാൻ പുതിയ ചിക്കൻ റെസിപ്പീസ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് 1 കിലോ ചിക്കൻ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന 5 വ്യത്യസ്ത ചിക്കൻ റെസിപ്പീസ് ആണ്. എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ള റെസിപ്പീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ റെസിപ്പീസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം, ഏത് ചിക്കൻ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്നും. പിന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഈ ഒരു ചാനൽ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ഞാൻ ഈ 5 ചിക്കൻ റെസിപ്പീസും ഒരുമിച്ചാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മാരിനേഷന് ഞാൻ സെപ്പറേറ്റ് കാണിക്കാം. പക്ഷേ കുക്ക് ചെയ്യുന്നത് ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 5 സെപ്പറേറ്റ് പാത്രങ്ങളിൽ ചിക്കൻ പീസസ് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഞാൻ ചിക്കൻ്റെ ലെഗ്സ് ഞാൻ എടുക്കുന്നത് സ്വീറ്റ് ആൻഡ് സോസി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ചിക്കൻ്റെ തൈസ് 2 എണ്ണം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പെപ്പർ ചിക്കൻ ഡ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ചിക്കൻ പോപ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ പീസസ് ആണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 2 ചെറിയ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് അത് വളരെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് മാത്രം ചിക്കൻ മതി. ഇനി അടുത്തതായിട്ട് ചിക്കൻ ഹരിയാലി ഓൺ സ്ക്യൂവേഴ്സ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ബോൺലെസ് ചിക്കൻ പീസസ് ആണ്, പക്ഷെ കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ക്യൂവറിൽ വെക്കാനുള്ളത് കൊണ്ട് കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് അല്പം കൂടുതൽ ചിക്കൻ വേണ്ടി വരും. ഇനി അടുത്തത് എല്ല് പീസസ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് എല്ല് ബോൺ ഉള്ള പീസസ് ഒക്കെ ഉണ്ടാവും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ക്രിസ്പി ചിക്കൻ ആക്കിയിട്ട് എടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ കഴുത്തിൻ്റെ ഭാഗം അങ്ങനെ എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് ഇതിലേക്കെല്ലാം കോമൺ ആയിട്ട് ആവശ്യമുള്ള ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം പേസ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കാം ആദ്യം തന്നെ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ വെളുത്തുള്ളി അതിൻ്റെ തൊലിയൊന്നും കളയാതെയാണ് എടുത്തിട്ടുള്ളത്. അത് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ തൊലിയൊന്നും കളയാതെ എടുക്കുന്നത്. പക്ഷെ നമ്മൾ നന്നായിട്ട് വെളുത്തുള്ളി കഴുകണം, എന്നിട്ട് മാത്രമേ നമ്മളത് എടുക്കാവൂ. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1-2 ടീസ്പൂണ് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. വലിയ ജീരകം ഇതാണ് കേട്ടോ, പെരുംജീരകം എന്നൊക്കെ പറയും. ഫെനൽ സീഡാണ് വലിയ ജീരകം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ഈ 5 റെസിപ്പീസിലേക്കും നമുക്ക് ആവശ്യമുള്ള പേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം എല്ലാത്തിലേക്കും കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞിട്ടും ഇതുപോലെ പേസ്റ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തൊലി ചേർത്തുന്നേ ഉള്ളൂ, നല്ലൊരു മണം ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ആദ്യത്തെ ചിക്കൻ റെസിപ്പിയിലേക്കുള്ള മാരിനേഷൻ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഹരിയാലി ഓൺ സ്ക്യൂവേഴ്സ് ആണ്. അതിലേക്കുള്ള മാരിനേഷന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം പേസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അരച്ച ജാറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ, കൂടുതലാവണ്ട. പിന്നെ അതുപോലെ മല്ലിയില ഒരു അല്പം എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പുളിക്കായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് വിനാഗിരിയാണ്, തൈരൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ വിനാഗിരി ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല സ്മൂത്ത് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ അരഞ്ഞ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. വല്ലാണ്ട് ലൂസാക്കി എടുക്കരുത്, നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാണ് വേണ്ടത്. നമുക്കിത് നമ്മളുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഹരിയാലി മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സ്ക്യൂവറിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സ്ക്യൂവർ നല്ല വലുപ്പമുള്ള സ്ക്യൂവർ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ക്യൂവർ നമ്മളെ പാനിൽ കൊള്ളുന്ന രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സ്ക്യൂവർ ആണെങ്കിൽ അതൊന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ സ്ക്യൂവർ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ ഹരിയാലിയുടെ 3 സ്ക്യൂവറാണ് റെഡിയാക്കാൻ പോകുന്നത്. അത് ചിക്കൻ മാത്രമേ ഞാനിപ്പോൾ സ്ക്യൂവറിൽ വെക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ സ്ക്യൂവർ ആക്കണം എന്നാണെങ്കിൽ അല്പം
ഉള്ളി, അതുപോലെ ഉള്ളി കട്ട് ചെയ്തിട്ട് പിന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടൊക്കെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 4 ചിക്കൻ പീസ് വെച്ച് കൊടുത്താൽ മതി ഒരു സ്ക്യൂവറിൽ. അപ്പം അങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഹരിയാലി നന്നായിട്ട് സ്ക്യൂവറിലൊക്കെ വെച്ചിട്ടുണ്ട്, അത് റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാരിനേഡ് ഒന്ന് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ റെസിപ്പീസൊക്കെ മാരിനേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ മാരിനേഷൻ ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് ആൻഡ് സോസി ചിക്കൻ്റെ മാരിനേഷനും പിന്നെ ക്രിസ്പി ചിക്കൻ്റെ മാരിനേഷനും ഒരുമിച്ചാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സുർക്ക, വിനാഗിരി 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, പക്ഷെ വല്ലാണ്ട് ലൂസാക്കി എടുക്കരുത്. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആക്കിയിട്ടാണ് അരച്ചെടുക്കാനുള്ളത്. ഇനി നമുക്ക് ഇത് 2 ബൗളിലേക്കും കുറേശ്ശെ ഇട്ട് കൊടുക്കണം. അതിലേക്ക് ക്രിസ്പി ചിക്കനിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അത് കുറച്ച് അധികം ഉണ്ട്. ചിക്കൻ ലെഗ്സ് നമ്മൾ കുറച്ച് അല്ലേ ഉള്ളൂ, 2 ചിക്കൻ ലെഗ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് മാത്രം മസാല മതി. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മസാല പുരട്ടി വെക്കണം. അപ്പോൾ ഈ 2 ചിക്കൻ റെസിപ്പീസിലേക്കും ഒരേ മാരിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചിക്കൻ ലെഗ്സ് സോസിലൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നീടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ ലെഗ്സിലേക്ക്. പിന്നെ അതുപോലെ ക്രിസ്പി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി കുറച്ചധികം കോൺഫ്ലോർ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് 2 ടീസ്പൂണോളം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാൻ ചിക്കൻ ലെഗ്സിലേക്ക് 1 ടീസ്പൂൺ മാത്രമേ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, കാരണം അത് 2 ചെറിയ ചിക്കൻ ലെഗ്സ് അല്ല, അപ്പം അതുകൊണ്ട് അത് മതിയാവും. അപ്പം നമ്മുടെ 2 മാരിനേഷനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രിസ്പി ചിക്കനിലുള്ള മാരിനേഷനും പിന്നെ ഇത് സ്വീറ്റ് ആൻഡ് സോസി ചിക്കനിലുള്ള മാരിനേഷനുമാണ്. ഇനി നമുക്ക് അടുത്ത 2 മാരിനേഷൻ എങ്ങനെയെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പെപ്പർ ഡ്രൈയും പിന്നെ ചിക്കൻ പോപ്സിലേക്കുള്ള മാരിനേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം അരച്ചത് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിലേക്കും പുളിക്കായിട്ട് നമ്മൾ ചേർക്കുന്നത് വിനാഗിരിയാണ് 1 ടേബിൾ സ്പൂണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല അത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്കും നമ്മളിപ്പോൾ സെയിം മാരിനേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ 2ലേക്കും ഈക്വലായിട്ട് ആ മാരിനേഡ് എടുത്തിട്ട് നന്നായിട്ട് മസാല പുരട്ടി വെക്കണം. എന്നിട്ട് ഞാൻ ചിക്കൻ പോപ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേഷൻ ചെയ്തതിലേക്ക് ഞാൻ അല്പം ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചിക്കൻ പോപ്സ് ഒക്കെ റെഡിയാക്കുമ്പം മുട്ടയിലൊക്കെ മുക്കിയിട്ടാണ് ഈ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാറ്. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ടേസ്റ്റിൽ ഒട്ടും വ്യത്യാസമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നേരിട്ട് തന്നെ ബ്രെഡ് പൊടിയിൽ നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ പോപ്സും പെപ്പർ ചിക്കൻ ഡ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ചിക്കൻ റെസിപ്പീസും ഞാനിപ്പോൾ മാരിനേഷൻ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ആദ്യം ഫ്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പോപ്സ്, അതായത് ചിക്കൻ പോപ്കോൺ ആണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ചിക്കൻ പോപ്സ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്, കാരണം ഇത് ചെറിയ ചെറിയ പോപ്കോണുകളല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ പുറമേ നല്ല ഡാർക്കായി വരും, അകത്ത് കുക്കായി കിട്ടില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മളത് കുക്ക് ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ, എണ്ണ നന്നായി ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ അകത്തും പുറമേ നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. ചെറിയ ചെറിയ ചിക്കൻ പീസസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും.
അപ്പോൾ നമ്മുടെ ചിക്കൻ പോപ്സ് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഈ ചിക്കൻ പോപ്സ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ആദ്യം ഫ്രൈ ചെയ്തെടുത്തത്, അതിൻ്റെ കളറൊന്നും മാറാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മൾക്ക് വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അതിൽ ചിക്കൻ ഹരിയാലി റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. നല്ല പരന്ന പാനിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, എന്നാൽ മാത്രമേ നമുക്ക് സ്ക്യൂവർ അതിൽ നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഈ ബ്രെഡ് ക്രംസ് അതിൽ കിടപ്പുണ്ട്, ലെഫ്റ്റ് ഓവർ ബ്രെഡ് ക്രംസ്, അത് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് അതിൽ വേറെ നമ്മൾ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ ബ്രെഡ് ക്രംസ് ആ ചിക്കനിലൊക്കെ, ഇനി ഫ്രൈ ചെയ്യാൻ പോകുന്ന ചിക്കനിലൊക്കെ നന്നായിട്ട് പറ്റി പിടിക്കും. അപ്പോൾ മാക്സിമം അത് എടുത്ത് റിമൂവ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഹരിയാലി ഓൺ സ്ക്യൂവേഴ്സ് ആണ്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണ നന്നായി ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ സ്ക്യൂവർ ഇട്ട് കൊടുക്കാൻ. എന്നാൽ മാത്രമേ നന്നായിട്ട് ചിക്കൻ കുക്കായി കിട്ടുള്ളൂ. എല്ലാ വശവും ഒരേപോലെ കുക്കായി കിട്ടണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കായി വരണം. അപ്പോൾ അതോടെ കുക്കാവുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ലെഗ്സ് ഇട്ട് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ലെഗ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അടുത്ത റെസിപ്പിയാണ്. സ്വീറ്റ് ആൻഡ് സോസി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആദ്യം ചിക്കൻ പോപ്സ് റെഡിയാക്കി എടുത്തു. രണ്ടാമതായിട്ട് ചിക്കൻ ഹരിയാലി ഓൺ സ്ക്യൂവേഴ്സ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചു. മൂന്നാമതായിട്ട് സ്വീറ്റ് ആൻഡ് സോസി ചിക്കനിലേക്കുള്ള ചിക്കൻ റെസിപ്പിയിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ ഓൺ സ്ക്യൂവേഴ്സ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം, കാരണം സ്ക്യൂവേഴ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വശവും ഒരേപോലെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് അതിൽ തന്നെ കോട്ടായി പിടിപ്പിക്കും വേണം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ ഹരിയാലി ഗ്രിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാം കൂടി സ്റ്റൗ ടോപ്പിൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ആൻഡ് സോസി ചിക്കനിലേക്കുള്ള ചിക്കൻ ലെഗ്സ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കത് സോസിൽ ഡിപ്പ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ അല്പനേരം അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ക്രിസ്പി ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മളിത് സാധാ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ചിക്കന് ക്രിസ്പി ചിക്കനിലേക്കുള്ളത് നല്ല ടേസ്റ്റാണ്. അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നാടൻ രീതിയിലാണ് ഈ ഒരു ചിക്കൻ തയ്യാറാക്കുന്നത്. ആ ഒരു ക്രിസ്പിനെസ് വരുന്നത് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തുകൊണ്ടാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ സ്ക്യൂവറിലുള്ളതും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഹരിയാലി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചിക്കൻ എല്ലാ വശവും ഒരേപോലെ കുക്കായി വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് റെഡിയാക്കിയ ആ പാനിൽ തന്നെ അല്പം കൂടി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് പെപ്പർ ചിക്കൻ ഡ്രൈ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ തൈസ് ഇട്ട് കൊടുക്കുകയാണ് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഈ ഒരു പാനിൽ നമ്മൾ ചിക്കൻ ഹരിയാലി റെഡിയാക്കി എടുത്തപ്പോൾ അതിൻ്റെ മാരിനേഷനും അതൊക്കെ അതിൽ ലെഫ്റ്റ് ഓവർ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ടിഷ്യൂ കൊണ്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് വേണം അടുത്തത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഓവർ ഇതിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ ക്രിസ്പി ചിക്കന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഈ ക്രിസ്പി ചിക്കൻ റെഡിയാക്കുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില ഒട്ടും വിട്ടുപോകരുത്. നല്ല ടേസ്റ്റും നല്ലൊരു മണവുമായിരിക്കും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഡ്രൈ നമുക്ക് രണ്ട് വശവും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ അല്പം കുരുമുളക് പൊടി രണ്ട് സൈഡിലും ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ മുന്നിൽ നിൽക്കുള്ളൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ. പെപ്പർ ചിക്കൻ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടി പെപ്പർ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കാറ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ലൊരു ടേസ്റ്റ് ആവും. ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ.
അപ്പോൾ പെപ്പർ ചിക്കൻ ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കാൻ വെച്ചിട്ടുണ്ട്. ക്രിസ്പി ചിക്കനും അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അവിടെ ഫ്രൈ ആവുന്നുണ്ട്. ഇനി നമുക്ക് സ്വീറ്റ് ആൻഡ് സോസി ചിക്കനിലേക്കുള്ള സോസ് റെഡിയാക്കി എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് അല്പം ചിക്കൻ ഫ്രൈഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 ടീസ്പൂണ് ടൊമാറ്റോ സോസും അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് സുർക്ക വിനാഗിരി 1 ടീസ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്തത് ടൊമാറ്റോ സോസും കാശ്മീരി മുളക് പൊടിയും വിനാഗിരിയും അതുപോലെ പഞ്ചസാരയുമാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ചൂടായി അല്പം എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, അതിലേക്ക് നമുക്ക് ഈ സോസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആ ബൗളിൽ തന്നെ അല്പം 1 ടീസ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഗ്രേവി ആക്കി എടുക്കണം. അപ്പോൾ നമ്മളുടെ സോസ് ഇപ്പോൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കണം സോസ്. അതുപോലെ ക്രിസ്പി ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എണ്ണ ഒക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ. പിന്നെ അതുപോലെ കറിവേപ്പിലയും ഫ്രൈ ചെയ്തത് അതിന് മുകളിൽ ഇട്ടിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കന്. അപ്പോൾ നമ്മുടെ സോസ് ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ലെഗ്സ് ഇട്ട് കൊടുക്കാം. അതും കുറഞ്ഞ ഫ്ലെയിമിലാണ് ഞാനത് മിക്സ് ചെയ്തെടുക്കുന്നത്. വല്ലാണ്ട് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒക്കെ വെച്ചാൽ പെട്ടെന്ന് അത് ഡ്രൈ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ചിക്കനിൽ നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളുടെ സ്വീറ്റ് ആൻഡ് സോസി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണത്. അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന റെസിപ്പി ആവും. ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യണം ഈ സോസി ചിക്കൻ, സ്വീറ്റ് ആൻഡ് സോസി ചിക്കൻ. എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഒക്കെ വരുള്ളൂ. അതുപോലെ നമ്മളുടെ പെപ്പർ ചിക്കൻ ഡ്രൈ ആക്കി എടുത്തതും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എണ്ണ ഒക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ 1 കിലോ ചിക്കൻ കൊണ്ട് തയ്യാറാക്കിയ 5 വ്യത്യസ്ത വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ 5 വ്യത്യസ്ത റെസിപ്പീസ്. ചിക്കൻ പോപ്സ് ഉണ്ട്, പെപ്പർ ചിക്കൻ ഡ്രൈ ഉണ്ട്, ക്രിസ്പി ചിക്കൻ ഉണ്ട്, സ്വീറ്റ് ആൻഡ് സോസി ചിക്കൻ ഉണ്ട്, അതുപോലെ ചിക്കൻ ഹരിയാലി ഉണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പീസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കും തരണം. ഞാനിപ്പോൾ ഇത് 1 കിലോ ചിക്കൻ കൊണ്ടാണ് ഈ 5 റെസിപ്പീസും ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ചിക്കൻ എടുത്തിട്ട് ഈ 5 റെസിപ്പീസും ഒരുമിച്ച് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം ഇതിലേക്കുള്ള മാരിനേഷനൊക്കെ കുറേയൊക്കെ കോമൺ ആണ്, പക്ഷെ ടേസ്റ്റ് വളരെ ഡിഫറെൻറ്റുമാണ്. എല്ലാം ഒന്നിനൊന്ന് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ചിക്കൻ പോപ്സൊക്കെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വിഭവമാണ്. സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ്. എല്ലാ റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ ഐഷാസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഈ ഒരു ചാനൽ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. താങ്ക് യു.